ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് പിഷാരടി ജനവിധി നേടുന്നത്. മണ്ഡലത്തിൽ പ്രചരണ പരിപാടികളുമായി സജീവമായി നിൽക്കുന്ന രമേശ് പിഷാരടിയെക്കുറിച്ച് ഒരു സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. മമ്മൂട്ടിയും പിഷാരടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ക്ലീൻ ഇമേജ് ഇല്ലാത്ത ഒരാളെയും ഏഴെഴുത്ത് പോലും അടുപ്പിക്കാത്ത ആളാണ് മമ്മൂട്ടി എന്നും, പിഷാരടി സർവ്വഗുണ സമ്പന്നൻ ആയതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ വീടിനുള്ളിലെ അടുക്കള വരെ കയറാൻ അനുവാദമെന്നും അദ്ദേഹം പറയുന്നു. കാൽ നൂറ്റാണ്ടായി കറപുരളാത്ത കലാജീവിതം നയിക്കുന്ന ആളാണ് രമേശ് പിഷാരടി. മറ്റൊരു കലാകാരന്റെ വളച്ചിൽ അസൂയയോ കുശുമ്പോ പാരവെപ്പോ ഒന്നുമില്ലാത്ത ഒരു കലാകാരനാണ് പിഷാരടി എന്ന ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അദ്ദേഹത്തിന് എതിരെ പറയാൻ ആരോപണത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ വന്നപ്പോൾ ചിലർ കണ്ടെടുത്ത ആക്ഷേപമാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മണ്ഡലമായ പാലക്കാട്ടെ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മീഡിയയോട് പിഷാരടി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രചാരണത്തിന് മമ്മൂട്ടി വരുമോ എന്നായിരുന്നു പിഷാരടിയോട് മീഡിയ ചോദിച്ചത്. അതിന് പ്രചാരണത്തിനായി അദ്ദേഹം വരില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹത്തെ പാലക്കാട്ട് കൊണ്ടുവരുമെന്നാണ് പിഷാരടിയുടെ വാക്കുകൾ. ഇങ്ങനെ പറഞ്ഞത് കൊടിയ അപരാധമാണോ? പിന്നെ ഒരു ആരോപണം, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് മമ്മൂട്ടിയെ വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ചു എന്നതാണ്. ഇത് കേട്ടപ്പോൾ പശ്ചാത്താപകരകരം സെലക്റ്റീവായ വല്ലപ്പോഴും വാ തുറക്കുന്ന എഴുത്തുകാരിക്ക് ഹാളിളകി. അനുഗ്രഹം വാങ്ങാൻ മമ്മൂട്ടി ആരാണ്, ദൈവമാണോ എന്ന് അവർ ചോദിച്ചു. ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരു വ്യക്തിയോട് അനുഗ്രഹം വാങ്ങുന്നത് തെറ്റാണോ? ഗുരുസ്ഥാനത്ത് മമ്മൂട്ടിയെ കാണുന്നത് കൊടിയ അപരാധമാണോ? മമ്മൂട്ടിയുടെ കൂടെ മണിയടിച്ച് നടക്കുന്ന ആളാണ് പിഷാരടി എന്നാണ് ചിലരുടെ ആക്ഷേപം. എന്നാൽ അത് മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി എപ്പോഴും അപാരമായ അറിവും സ്വഭാവ ഗുണവുമൊക്കെ ഒരാളെ തൻ്റെ കൂടെ കൂട്ടാറുണ്ട്. മമ്മൂട്ടിക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. പിഷാരടിക്ക് മുമ്പ് മമ്മൂട്ടിക്കുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന പലരും സിനിമയിൽ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് ആരും ശ്രദ്ധിക്കാതിരുന്നത്.